ഉറിയിലെ ഇന്ത്യ പാക് അതിർത്തിയിൽ നിന്നും ആണ് നമുക്കൊപ്പം ആദിൽ ഇക്കുറി ചേരുന്നത്. പിയ സുനിൽ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. അതിൽ നമ്മൾ സാധാരണ ഉറിയും ഒക്കെ വാർത്തകളിൽ പറയുകയും ഒക്കെയാണ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ അതിൽ നിൽക്കുന്നത് ഉറിയിൽ തന്നെയാണുള്ളത്. 2016 ഉറിയിലെ ആക്രമണവും അതിൻ്റെ പ്രത്യാക്രമണവും ഒക്കെ നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതുമാണ്. അതിൽ എങ്ങനെയാണിപ്പോൾ അതിർത്തിയിലെ അവസ്ഥകൾ, എങ്ങനെ കാര്യങ്ങളൊക്കെ പോകുന്നു? ഇന്നലെയും പ്രകോപനമുണ്ടായി എന്നാണ് അറിയാൻ കഴിയുന്നത്. അതിനിടയ്ക്ക് ഒരു IED ബോംബൊക്കെ കണ്ടെടുത്തു എന്ന വാർത്ത വരുന്നുണ്ട്. ശ്രീനഗറിലെ ജയിലുകൾക്ക് ആക്രമണ ഭീഷണിയുണ്ട് എന്ന വിവരവും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അതിർത്തിയിൽ കൂടുതൽ സംഘർഷഭരിതമാണോ കാര്യങ്ങൾ? ഗുഡ് മോർണിംഗ് ആദിൽ. അതിർത്തിയിൽ അല്പം സംഘർഷഭരിതമാണ് അരുൺ. എനിക്ക് പിന്നിൽ, ഞാനിപ്പോൾ ഉറിയിലാണ് നിൽക്കുന്നത്, എനിക്ക് പിന്നിൽ കാണാം ഈ ഒരു മലനിര. ഇത് LOCയുടെ ഭാഗമാണ്, നിയന്ത്രണ രേഖയുടെ ഭാഗമാണ്. ഇവിടെ നിന്ന് 10 കിലോമീറ്ററിനകത്താണ് നിയന്ത്രണ രേഖയുള്ളത്. വിദൂര ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇവിടെ നിന്ന് അങ്ങോട്ട് മാധ്യമങ്ങൾക്ക് പ്രവേശനം നൽകുന്നില്ല എന്നതാണ് സൈനികർ അറിയിക്കുന്നത്. അവരുടെ മൂവ്മെൻറ്റ് അത് ചിത്രീകരിക്കുന്നതിനും പരിമിതിയുണ്ട്. ഏതായാലും ഉറിയിലാണുള്ളത്. ഇവിടെയൊക്കെ ഒരു യുദ്ധത്തിൻ്റെയൊക്കെ സാഹചര്യം അത് ആളുകളുടെ മുഖത്ത് നിന്ന് നമ്മൾ വായിച്ചെടുക്കുകയാണ്. ഇപ്പോൾ പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു വാർത്ത പുറത്തു വരുന്നത് ജമ്മു കാശ്മീരിലെ ജയിലുകൾക്ക് നേരെ ഭീകരാക്രമണ ഭീഷണി ഉണ്ട് എന്നാണ്. പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ ഇന്റലിജൻസ് റിപ്പോർട്ട് എത്തിയിരിക്കുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ പ്രത്യേക സുരക്ഷ ജയിലുകൾക്ക് ഒരുക്കുന്നു എന്നുള്ളതാണ് റിപ്പോർട്ട്. ഭീകരർ തടവിൽ കഴിയുന്ന ജയിലുകളുണ്ട്. ഭീകരരെ സഹായിച്ചവർ, കൊടും കുറ്റവാളികളൊക്കെ ജയിലിൽ താമസിക്കുന്ന തടവുപുള്ളികളായി കഴിയുന്ന ജയിലുകൾക്ക് നേരെയാണ് ഭീകര ആക്രമണം ഉണ്ടാകുമെന്ന ഭീഷണി വന്നിരിക്കുന്നത്. 2 ഭീകരരെ കഴിഞ്ഞ ദിവസം പഹൽഗാം ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യുകയും ചെയ്തിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ കനത്ത സുരക്ഷയിലേക്ക് ജയിലുകൾ പോയിട്ടുണ്ട്. മറ്റൊന്ന് നമ്മൾ മുൻപ് കണ്ട CCTV ദൃശ്യങ്ങളാണ്. സഞ്ചാരികൾ ഓടി രക്ഷപ്പെടുന്ന ദൃശ്യങ്ങളാണ്. എത്ര ഭയാനകരമായിരുന്നു പഹൽഗാമിലെ ഭീകരാക്രമണം എന്ന് വ്യക്തമാക്കുന്ന ദൃശ്യമാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. വാഹനങ്ങൾ രക്ഷാപ്രവർത്തനത്തിനായി പോകുന്നതും വളരെ വേഗം ചീറിപ്പാഞ്ഞു പോകുന്നതും ആ ദൃശ്യങ്ങളിലുണ്ട്. ഭീകരാക്രമണം നടന്ന് മിനിറ്റുകൾക്ക് ശേഷമുള്ള CCTV ദൃശ്യമാണ് അരുൺ നമ്മൾ അല്പം മുൻപ് കണ്ടത്. ഇതിനൊപ്പം തന്നെ അതിർത്തിയിൽ ഉറി അടക്കമുള്ള പല മേഖലകളും ഇന്ത്യൻ പോസ്റ്റുകളിലേക്ക് പാകിസ്ഥാനിൽ നിന്ന് പ്രകോപനപരമായ വെടിവയ്പ് ഉണ്ടാകുന്നുണ്ട്. കുപ്വാര, ബാരാമുള്ള, പൂഞ്ച്, അഖ്നൂർ മേഖലകളിൽ പാകിസ്ഥാന്റെ വെടിവയ്പ് ഇന്നലെ അർദ്ധരാത്രി ഉണ്ടായി. തിരിച്ചടി കൃത്യമായി നൽകിയിട്ടുണ്ട് എന്നാണ് സൈന്യം അറിയിക്കുന്നത്. ഇതിനൊപ്പം നമ്മൾ കണ്ട രണ്ടാമത്തെ ദൃശ്യം ഇംതിയാസ് അഹമ്മദ്, ലഷ്കറെ തൊയ്ബ ഭീകരൻ എന്ന് സംശയിക്കുന്ന ഇംതിയാസ് അഹമ്മദ് രക്ഷപ്പെടാനുള്ള ശ്രമത്തിനിടെ മുങ്ങി മരിക്കുന്ന ദൃശ്യങ്ങളാണ്. ഇത് സംബന്ധിച്ച് വലിയ വിവാദം, അതൊരു രാഷ്ട്രീയ വിവാദമായി മാറിയിട്ടുണ്ട്. ഒരു കസ്റ്റഡി മരണമാണ് ഇംതിയാസിന്റെ കാര്യത്തിൽ സംഭവിച്ചത് എന്നതാണ് കുടുംബത്തിന്റെ ആരോപണം. കുൽഗാം സ്വദേശിയാണ് ഇംതിയാസ്. ഭീകരരുമായി ബന്ധമുണ്ടെന്ന സംശയത്തിൽ പോലീസ് 2 ദിവസം മുൻപ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തിരുന്നു. മൃതദേഹം സമീപത്തെ നദിയിൽ നിൽക്കുന്ന പശ്ചാത്തലത്തിൽ തന്നെ ആർമിയുടെ ഹെലികോപ്റ്ററുകളൊക്കെ പറക്കുന്നുണ്ട്. അതിൽ നിൽക്കുന്ന ഈ അതിർത്തിയിൽ ഈ മലനിരകൾക്ക് അപ്പുറത്താണ് പാകിസ്ഥാൻ അല്ലേ? അതെ, ഈ ദൃശ്യങ്ങൾ കാണാം. നമുക്ക് ഈ LOCയിലെ നിരീക്ഷണമാണെന്ന് മനസ്സിലാക്കിയാണ് പ്രാഥമികമായി. ഇവിടെ സ്ഥിരം കാഴ്ചയാണിത് എന്ന് ഇവിടുത്തെ പ്രദേശവാസികൾ പറയുന്നുമുണ്ട്. ഈ LOCക്ക് മുകളിലായി ഹെലികോപ്റ്റർ പറന്ന് ഉയരുന്നതിൻ്റെ ദൃശ്യമാണിപ്പോൾ റിപ്പോർട്ടർ TVയിലൂടെ തത്സമയം നമ്മൾ കാണുന്നത് അരുൺ. LOCക്ക് സമയം ഇവിടെ നിന്ന് ഒരു 10 കിലോമീറ്റർ പരമാവധി അതിനുള്ളിൽ LOC നിയന്ത്രണ രേഖയുണ്ട് എന്നുള്ളതാണ് അറിയിക്കുന്നത്. ഇപ്പോൾ ഉറി ടൗണിന് മുകളിലൂടെ ഹെലികോപ്റ്റർ പറന്നുയരുന്നു. ഇത് കാഴ്ചയാണ്. അടക്കമുള്ള അതിർത്തി മേഖലകളിലൊക്കെ സ്ഥിരം കാഴ്ചയാണ്. സൈനിക നടപടി, സൈനിക പരിശോധനയുടെയൊക്കെ ഭാഗമായി ഹെലികോപ്റ്ററുകൾ പറന്നുയരുന്നത്. അതിന് താഴെ ഈ അതിർത്തിക്കോട് ചേർന്ന് ക്യാമ്പുകളുണ്ട്. അവിടേക്കൊക്കെ പോയി തിരിച്ചു പോകുന്നതുമാകാം. ഏതായാലും ഇത് ഇവിടത്തുകാർക്ക് സ്ഥിരം കാഴ്ചയാണ്. ഹെലികോപ്റ്റർ പറന്നുയരുന്നതായിരുന്നു ഇപ്പോൾ നമ്മൾ കണ്ടത്. നമ്മൾ പറഞ്ഞു വന്നത് ഇംതിയാസ് എന്ന് പറയുന്ന ഭീകരൻ, ആ ഭീകരൻ എന്ന് സംശയിക്കുന്ന ആളെ ഇപ്പോൾ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുന്നതിനിടെ ഇപ്പോൾ മുങ്ങി മരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് വലിയ രാഷ്ട്രീയ പ്രശ്നമായി ഇത് മാറുന്നുണ്ട്. ഉറിയിലാണ് നമ്മളുള്ളത്. ഉറിയിൽ ഒരു സംഘർഷാവസ്ഥ എന്ന് തന്നെ പറയേണ്ടി വരും. നേരത്തെ കഴിഞ്ഞ ദിവസം തന്നെ ഒരു യുദ്ധമുണ്ടായാൽ എങ്ങനെയൊക്കെ അത് കൈകാര്യം ചെയ്യണമെന്ന് ഇവിടുത്തെ വിദ്യാർത്ഥികൾക്കൊക്കെ യുവാക്കൾക്ക് പ്രത്യേക പരിശീലനം നൽകിയിരുന്നു സൈന്യം. ഇതിനൊപ്പം ബങ്കറുകൾ വൃത്തിയാക്കിയിടാനും കൂടുതൽ ബങ്കറുകൾ നിർമ്മിക്കാനുള്ള നടപടി സ്വീകരിക്കാനുള്ള നിർദ്ദേശവും പ്രാദേശിക ഭരണകൂടങ്ങളും സൈന്യവും നൽകുന്നുണ്ട്. ഓക്കെ, എനിക്കൊന്നു അതിർത്തിയിലൊക്കെ ബങ്കറുകളിൽ എങ്ങനെയാണ് കഴിയേണ്ടത് എന്നതിനെക്കുറിച്ചുള്ള വിശദീകരണമൊക്കെ സൈന്യം നൽകി എന്നാണ് അറിയുന്നത്. പ്രദേശവാസികൾക്കൊക്കെ ചിലയിടങ്ങളിൽ വലിയ പരിശീലനവും നൽകിയിട്ടുണ്ട് എന്നറിയാൻ കഴിയുന്നു. എങ്ങനെയാണ് യുദ്ധസമാനമായ ഒരു സാഹചര്യം അതിർത്തിയിൽ വന്നാൽ കുറച്ച് ദിവസം കഴിയേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചുള്ള വിവരം നാട്ടുകാർക്ക് നൽകുകയൊക്കെ ചെയ്തിട്ടുണ്ടല്ലേ അതിൽ?
ഉറപ്പായും അങ്ങനെ തന്നെയാണ്. ഇനി അഥവാ യുദ്ധമുണ്ടാവുകയാണെങ്കിൽ ഇവിടെ ഹെലികോപ്റ്ററുകൾ പല ഭാഗത്തു നിന്ന് പറന്നുയരുന്നത് നമുക്ക് കാണാം. മറ്റൊരു ആ ഹെലികോപ്റ്റർ തന്നെയാണെന്ന് തോന്നുന്നു. ഇത് നിരീക്ഷണത്തിൻ്റെ ഭാഗമായി പറക്കുന്നതെന്നാണ് നമ്മൾ പ്രാഥമികമായി മനസ്സിലാക്കുന്നത്. ഇവിടെയുള്ള പ്രദേശവാസികൾക്ക്, പ്രത്യേകിച്ച് നിയന്ത്രണ രേഖയ്ക്ക് സമീപം താമസിക്കുന്നവർക്ക് അവരുടെയൊക്കെ വീടുകളിൽ, പലരുടെയും വീടുകളിൽ ബങ്കറുകൾ നിർമ്മിച്ചിട്ടുണ്ട്. കൂടുതൽ ബങ്കറുകൾ, കമ്മ്യൂണിറ്റി ബങ്കറുകൾ നിർമ്മിക്കാനുള്ള നടപടിയുണ്ട്. നിർമ്മിച്ചവ സജ്ജീകരിക്കാൻ ഇതുവരെ നിലവിൽ ഉള്ള ബങ്കറുകൾ കൂടുതൽ തയ്യാറെടുപ്പുകൾ നടത്തി വൃത്തിയാക്കിയിടാനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വിദ്യാർത്ഥികൾക്ക് പ്രത്യേകിച്ചൊരു യുദ്ധമുണ്ടായാൽ, വെടിവയ്പുണ്ടായാൽ എങ്ങനെയാണ് അതിനെ നേരിടേണ്ടത് എന്ന പ്രത്യേക പരിശീലനം സൈന്യം നൽകുന്നു എന്ന വിവരം കൂടി ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. ഏതായാലും അതിർത്തി എന്നത് ഇങ്ങനെ അശാന്തമായി, ഇപ്പോൾ നമുക്കിത് കാണുമ്പോൾ തന്നെ ചെറിയൊരു ആശങ്കയും ഭയപ്പാടും ഒക്കെ മനസ്സിൽ തോന്നുകയാണ്. ഇതാണ് അതിർത്തിയിലെ അവസ്ഥ എന്നുള്ളതാണ്. ഇതാണ് ഈ കാശ്മീരിലെ മനുഷ്യരെ നിരന്തരം കേട്ടുകൊണ്ടിരിക്കുന്ന, കണ്ടുകൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. ഉറി അതിർത്തിയിൽ നിന്നാണ്, അതീവ സുരക്ഷാ മേഖലയിൽ നിന്ന് തന്നെയാണ് ഞങ്ങളുടെ പ്രതിനിധി ഇപ്പോൾ സൈന്യത്തിന്റെ അനുമതിയോടുകൂടി ഈ റിപ്പോർട്ട് തയ്യാറാക്കുന്നത്. ആദിൽ പാലോട്, മനു ബാലകൃഷ്ണനും ആദിൽ പാലോടും അടങ്ങുന്ന വാർത്താ സംഘമാണ് ഉറിയിൽ അതീവ സുരക്ഷാ മേഖലയിൽ ലൈൻ ഓഫ് കൺട്രോളിന് തൊട്ടടുത്ത് നിന്നും ഈ വാർത്ത സൈന്യത്തിന്റെ അനുമതിയോടുകൂടി അവരുടെ സംരക്ഷണയിൽ തന്നെ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. തത്സമയം കൂടുതൽ വിവരങ്ങളുമായി ആദിൽ പാലോടും മനു ബാലകൃഷ്ണനും അവിടെ നിന്നും തുടരും.